നാരി സുരക്ഷയും മോദി ഗ്യാരണ്ടിയുമായി സാക്ഷാൽ നരേന്ദ്രമോദിയുടെ BJP സർക്കാർ മൂന്നാം തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. സ്ത്രീ സുരക്ഷയും ശാക്തീകരണവും വാഗ്ദാനം നൽകിയ മോദി ഭരണം യഥാർത്ഥത്തിൽ സ്ത്രീ ജീവിതത്തിന് അനുകൂലമായിരുന്നു. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ദളിതരെയും സ്ത്രീകളെയും വേട്ടയാടുകയും കൊലവിളിക്കുകയും ചെയ്ത ഹിന്ദുത്വ വാഴ്ചയുടെ 10 വർഷങ്ങളാണ് കടന്നുപോയത്. ലൈംഗിക അതിക്രമങ്ങളും കുടുംബ സദാചാര മൂല്യങ്ങളും ഇഴുകിച്ചേർന്ന 10 വർഷങ്ങൾ. ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ ഉദ്ധരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഭരണകാലഘട്ടം രാജ്യത്തെ സ്ത്രീകളെ സംബന്ധിച്ച് ഇരുണ്ട കാലഘട്ടമായിരുന്നു. സമത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ആദർശ ലോകങ്ങളെ കുഴിച്ചുമൂടുന്നവരുടെ രാജ്യമായി ഇന്ത്യ മാറി. മോദി സർക്കാരിന്റെ 10 വർഷക്കാലമെന്നത് കടുത്ത സ്ത്രീവിരുദ്ധതയുടെയും സ്ത്രീവേട്ടയുടെയും കൂടിയാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഗുജറാത്തിൽ മാത്രം 40,000 സ്ത്രീകളെ കാണാതായിട്ടുണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. 4722 സ്ത്രീകൾ വികസനത്തിന്റെ മാതൃകയായി BJPക്കാർ അവതരിപ്പിക്കുന്ന ഗുജറാത്തിൽ നിന്നാണ്. കടുത്ത ദാരിദ്ര്യം മൂലമുള്ള മനുഷ്യക്കടത്ത് സംഘങ്ങളാണ് സ്ത്രീകളുടെ കാണാതാവലിന് പിറകിലെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. BJPയുടെ സ്ത്രീവിരുദ്ധതയുടെ ഭീകരതയാണ് ഗുജറാത്ത് വംശഹത്യയുടെ കാലത്തുണ്ടായ സംഭവങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. കത്വയിലെ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ ക്രൂരമായ ബലാത്സംഗവും കൊലപാതകവും ഹദ്രസ് ഉന്നാവോ സംഭവങ്ങളും സ്ത്രീകളെ വേട്ടയാടുന്നവർക്ക് സംരക്ഷണം നൽകുന്ന അധികാരവാഴ്ച കൂടിയാണ് മോദി ഭരണമെന്ന് അടിവരയിടുന്നു. മണിപ്പൂരിലും ഗുജറാത്തിലുമെല്ലാം ന്യൂനപക്ഷ വേട്ടയ്ക്ക് ഉപകരണമായി ബലാത്സംഗത്തെ മാറ്റിയവരാണ് ഹിന്ദുത്വവാദികൾ. മണിപ്പൂരിലെ സ്ത്രീകൾക്കുണ്ടായ അനുഭവങ്ങളും ഇന്ത്യയുടെ അഭിമാനമായ ഒളിമ്പിക് മെഡൽ ജേതാക്കൾ ഉൾപ്പെടെയുള്ള ഗുസ്തി താരങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയും? ലോകത്തിൽ ഏറ്റവും കൂടുതൽ അസമത്വം അനുഭവിക്കുന്ന സ്ത്രീകൾ ഭൂരിപക്ഷവും മോദിയുടെ ഇന്ത്യയിലാണ്. ആരോഗ്യ, വിദ്യാഭ്യാസ, സാമ്പത്തിക വിഭവങ്ങൾക്കുമേലുള്ള അധികാരത്തെയും പങ്കിനെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ആഗോള ലിംഗപദവി വികസന സൂചിക നിർണ്ണയിക്കുന്നത്. ഈ പട്ടികയിൽ 156 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ റാങ്ക് 140 അതായത് ശരാശരി 0.98 ആണെന്നർത്ഥം. എന്നാൽ ഇന്ത്യയുടെ സ്കോർ 0.849 മാത്രം. 5ാമത്തെ കുടുംബാരോഗ്യ സർവേ പ്രകാരം ഇന്ത്യയിലെ 15നും 45നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ 57 അനീമിക്കാണ്. ഈയൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മോദിയും നിർമ്മല സീതാരാമനും കുടുംബാരോഗ്യ സർവേയുടെ പുതുക്കിയ മാനദണ്ഡങ്ങളിൽ നിന്നും വിളർച്ച ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. 2014 ശേഷം രാജ്യത്ത് നടന്ന ബലാത്സംഗങ്ങളുടെയും മുസ്ലിം ദളിത് സ്ത്രീകൾക്കെതിരായി നടന്ന അതിക്രമങ്ങളുടെയും ക്രൂരാനുഭവങ്ങൾ വൻകിട മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നടത്തുന്ന പ്രചാരണങ്ങളെ കൊണ്ട് മറച്ചുവെക്കാനാവുന്നതല്ല. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം മാത്രം 2022 രജിസ്റ്റർ ചെയ്ത സ്ത്രീകൾക്കെതിരായ കേസിന്റെ എണ്ണം 4.45 ലക്ഷമാണ്. രാജ്യത്തെ മണിക്കൂറിൽ ശരാശരി 51 FIR എങ്കിലും രജിസ്റ്റർ ചെയ്യപ്പെടുന്നുവെന്നാണ് ക്രൈം റെക്കോർഡ് രേഖകൾ തന്നെ വ്യക്തമാക്കുന്നത്. മോദിയുടെയും അമിത്ഷായുടെയും ഭരണകേന്ദ്രമായ ഇന്ദ്രപ്രസ്ഥത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കുറ്റകൃത്യങ്ങളുടെ നിരക്കിൽ മുന്നിൽ ഡൽഹി തന്നെയാണ്. അതുകഴിഞ്ഞാൽ മുന്നിൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശാണ്. 65,743 കേസുകളാണ് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമവുമായി ബന്ധപ്പെട്ട് 2022 ഉത്തർപ്രദേശിൽ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 2021 രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത സ്ത്രീകൾക്കെതിരായ ആക്രമണവുമായി ബന്ധപ്പെട്ട 4.05 ലക്ഷം കേസുകളാണ്. ഇതിൽ 32,303 എണ്ണവും ബലാത്സംഗ കേസുകളാണ്. 2016 ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളുടെ കേസുകൾ 3.38 ലക്ഷമാണ്. ഈ കണക്കുകൾ കാണിക്കുന്നത് 2016 അപേക്ഷിച്ച് സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ 2022 31% വർധനവുണ്ടായി എന്നാണ്. മോദിയും അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിയുമല്ല ഇന്ത്യയിലെ സ്ത്രീ സുരക്ഷയുടെ ഉറപ്പ് എന്ന കാര്യമാണ് ബിൽക്കിസ് ബാനു കേസ് വ്യക്തമാക്കി തരുന്നത്. ശിക്ഷിക്കപ്പെട്ട് തടവറയിൽ കഴിയുന്ന കുറ്റവാളികളെ വിട്ടയച്ച സർക്കാർ നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം നടത്തേണ്ട സാഹചര്യം വരെ ഉണ്ടായി. തങ്ങൾക്ക് ലഭ്യമായ അധികാരത്തിന്റെ സൗകര്യം ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും എന്ന പോലെ സ്ത്രീകളെയും വേട്ടയാടുകയാണ് ഹിന്ദുത്വവാദികൾ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എത്രയൊക്കെ ഉറക്കെ പറഞ്ഞാലും മോദി ഭരണത്തിന്റെ മറവിൽ നഷ്ടപ്പെട്ട സ്ത്രീ ജീവനുകളെക്കുറിച്ച് ഞങ്ങൾ ഇനിയും പറയുക തന്നെ ചെയ്യും.